ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. കരിമ്പുഴ തോട്ടര ഈങ്ങാക്കോടൻ മമ്മിയുടെ ഭാര്യ നബീസയെ വിഷം നൽകി കൊലപ്പെടുത്തിയെന്ന കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. നബീസയുടെ മകളുടെ മകൻ തോട്ടര പടിഞ്ഞാറേതിൽ ബഷീർ, ഭാര്യ ഐനല്ലി ഫസീല എന്നിവരാണ് ശിക്ഷ അനുഭവിക്കേണ്ടത്. മണ്ണാർക്കാട് SC/ST കോടതിയുടേതാണ് ശിക്ഷാവിധി. പിഴയും കോടതി വിധിച്ചു. മണ്ണാർക്കാട് പട്ടികജാതി പ്രത്യേക കോടതി ജഡ്ജി ജോമോൻ ജോണാണ് വിധി പ്രസ്താവിച്ചത്. പരിശുദ്ധമാക്കപ്പെട്ട റംളാൻ മാസത്തിൽ വല്ലുമ്മയെ വിഷം നൽകി കൊലപ്പെടുത്തി. വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടെങ്കിലും തനിക്ക് 12 വയസ്സുള്ള മകൻ മാത്രമാണ് ഉള്ളതെന്നും അവന്റെ ജീവിതത്തെ ബാധിക്കുമെന്നും പ്രതി ഫസീലയും ഭർത്താവ് ബഷീറും പറഞ്ഞു. സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കിയ ബഷീറും ഭാര്യയും വിഷം നൽകി നബീസയെ കൊലപ്പെടുത്തിയെന്നാണ് കേസ്. 2016 ജൂൺ 23-നാണ് നബീസ കൊല്ലപ്പെട്ടത്. മണ്ണാർക്കാട് നൊട്ടമലയിലെ ബന്ധുവീട്ടിലെത്തിയ നബീസയെ ബഷീറും ഫസീലയും ചേർന്ന് ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന മണ്ണാർക്കാട് നമ്പിയാംകുന്നിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഭക്ഷണത്തിൽ വിഷം കലർത്തിയും പിന്നീട് ബലമായി വായിൽ വിഷം ഒഴിച്ചു നൽകിയും കൊലപ്പെടുത്തിയെന്നാണ് കേസ്. സ്വയം പോയിസൺ കഴിക്കുകയാണെങ്കിൽ അത് സ്റ്റൊമക്കിലേക്കാണ് എത്തിച്ചേരുക. ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇസോഫാഗസിലേക്കും അതുപോലെ തന്നെ ശ്വാസകോശത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും എത്തിയിട്ടുണ്ട്. അപ്പൊ അത് സ്വയം വിഷം കഴിച്ചതല്ലെന്നും ഇതൊരു അഡ്മിനിസ്ട്രേഷൻ ഓഫ് പോയിസൺ ആണെന്നും കോടതിക്ക് കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ അവർ കിടന്നിരുന്ന എന്ന് പറയുന്ന റൂമിലെ ബെഡ്ഷീറ്റ്, അതുപോലെ പില്ലോ കവർ, അതുപോലെ പില്ലോ എന്നിവയെല്ലാം ശാസ്ത്ര പരിശോധനയ്ക്ക് വിധേയമാക്കി ആ ഫോറൻസിക് എക്സാമിനേഷനിൽ അതിലുള്ള പോയിസൺ ഡസ്ബാൻ ഇനത്തിൽപ്പെട്ടതാണ്. അവരുടെ വയറ്റിലുള്ള പോയിസണും ഡസ്ബാൻ ഇനത്തിൽപ്പെട്ടതാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞു. ഇതിനർത്ഥം വളരെ വളരെ മൃഗീയമായി അവർക്ക് പോയിസൺ വായിൽ ഒഴിച്ചു നൽകി അവരെ പോയിസൺ അഡ്മിനിസ്റ്റർ ചെയ്തതാണ് അല്ലെങ്കിൽ കുടിപ്പിച്ചതാണ് എന്നത് തെളിയിക്കാൻ സാധിച്ചു. ജൂൺ 24-ന് രാവിലെ മണ്ണാർക്കാടിനടുത്ത് ആര്യമ്പാവ് ചെട്ടിക്കാടിൽ നബീസയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. മൃതദേഹത്തിന് സമീപത്തെ സഞ്ചിയിൽ നിന്ന് ആത്മഹത്യയെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ കുറിപ്പും ഫോണും കണ്ടെടുത്തിരുന്നു. എന്നാൽ പിന്നീട് നടന്ന അന്വേഷണത്തിൽ നിന്നാണ് കേസിന്റെ ചുരുളഴിഞ്ഞത്. .view ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.